കുട്ടിക്കാലത്ത് തന്നെ ഇത് തുടങ്ങിയോ? നമ്മൾ ചെറുപ്പത്തിലെ ഒരു 3-4 വയസ്സായ തുടങ്ങി ഇവിടെ ആയിരുന്നില്ല, പടിഞ്ഞാറായിരുന്നു. എടവനക്കാട് കടപ്പുറം ഏരിയ ഞങ്ങളുടെ വീട്. അപ്പോൾ നമ്മൾ മീൻ വിറ്റാണ് ചൂണ്ടിടാൻ പോകും. രാവിലെ ചൂണ്ടിടാൻ പോകും. ആ മീനായിട്ട് മാർക്കറ്റിൽ കൊടുത്തിട്ടാണ് സ്കൂളിൽ പോകണം. ഒരു 4-5 വയസ്സിൽ ചൂണ്ടിട്ട് തുടങ്ങി. 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുടുംബം വരുന്ന അവസ്ഥയിലാണ്. റേഷൻ മേടിക്കണം. ഇന്ന് റേഷനരിക്ക് കാശ് കൊടുക്കണം, അന്ന് റേഷനരിക്ക് കാശ് കൊടുക്കണം. ഒരു യൂണിറ്റ് അരിയാണ്, വീട്ടിൽ 7 യൂണിറ്റ് അരിയാണുള്ളത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്നപ്പോൾ പിന്നെ നമ്മൾ ഒരേ തൊഴിൽ ചെയ്ത് ഡ്രൈവറായിരുന്നു. അങ്ങനെ 48 കൊല്ലമായിട്ട് ചൂണ്ടിട്ട് തുടങ്ങി. അതെ, ഇപ്പോഴും ചൂണ്ടിട്ടോണ്ടിരിക്കുകയാണ്. 54 കൊല്ലം ഇപ്പോഴും മീൻ പിടുത്തോണ്. അന്നുള്ള ആൾക്കാരൊക്കെ പറയും, അവരൊക്കെ വലിയ വലിയ ആളുകളെ. അപ്പം മുഹമ്മദ് ഇപ്പോഴും മീനാണ്. പക്ഷെ അത് എനിക്കൊരു അഭിമാനമായിട്ട് തന്നെ തോന്നണം. കാരണം എന്താണെന്നറിയാമോ, ചെറിയ അഭിമാനമല്ല, ഭയങ്കര അഭിമാനം. കാരണം പണിയെടുത്തില്ല, നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുമ്പോൾ പാട്ടത്തിന് കൊടുക്കാൻ ചെമ്മീൻ കെട്ടായിരുന്നു. ചെമ്മീനുണ്ട്, തിരുതുണ്ട്, കൊഞ്ചുണ്ട്, ഇപ്പൊ കരിമീനും കാളാഞ്ചിയുണ്ട്. ഇപ്പൊ നമ്മള് കാളാഞ്ചി ഇട്ടേക്കണ കരിമീൻ കൊഞ്ചിനൊക്കെ ഏറ്റി കൊടുത്തിട്ട് അവർക്ക് ഫുഡ് കഴിക്കാൻ കൊടുക്കണേണ്. പക്ഷെ ചെമ്മീന് കേടുവന്ന് മറ്റേ രോഗം വന്നു അല്ലേ? അതെ, വൈറസ് വന്നതോടുകൂടി ചെമ്മീത്തിന്റെ കെട്ടുകളൊക്കെ നഷ്ടമാണ്. നാച്ചുറലായിട്ട് പണ്ടത്തെ നടത്തി പോകുന്ന പരമ്പരാഗത കെട്ടുകാരൊക്കെ നഷ്ടത്തിലാണ്. ഈ കൊല്ലം വരുന്ന നഷ്ടത്തിലാണ്. 1-2 കെട്ടൊക്കെ ചെറിയ മുതൽ മുടക്കി കിട്ടുമെന്നല്ലാണ്ട് ബാക്കിയൊക്കെ നഷ്ടത്തിലാണ്. ഈ വെള്ളം പൊല്യൂട്ടഡായതാണ് ഒരു പ്രധാന പ്രശ്നം അല്ലേ? അതെ, അതാണ് മെയിൻ പ്രശ്നം. ബാക്ടീരിയയാണ്. മീന് ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ട്. ഈ കല്ലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇതുമ്പോൾ കയറാൻ പറ്റില്ല, ചേണിയായിരിക്കുള്ളൂ. ഒരു ഫ്ലവങ്ങൾ പിടിച്ചിട്ടേ അത് ഭക്ഷിച്ചാണ് മീൻ വളർന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ തീറ്റ, കരിമീത്തിനൊക്കെ തീറ്റ കൊടുക്കണമെന്ന്. അതിൽ തീറ്റ കൊടുക്കാറില്ല. തീറ്റ കൊടുക്കണൊക്കെ കൊണ്ട് 10 വർഷത്തിന് ഇങ്ങനെ കരിമീൻ തീറ്റ കൊടുത്ത് വളർത്തില്ല. അതിനൊന്നുമില്ല. ചെമ്മീത്തിനും കരിമീത്തും ഒന്നും കൊടുക്കണ്ട. അതൊക്കെ അതിൻ്റെ ജീവിക്കാനുള്ള ആവാസവ്യവസ്ഥ ഇതിൽ തന്നെ വെള്ളത്തിൽ നിന്ന് ഹാർപ്പിക്കും. 10,000 ലിറ്ററാണ് ഒരു ദിവസം. ഞാനൊക്കെ വീട്ടിൽ, എൻ്റെ അവസ്ഥ ഞാൻ പറയാം, ഞാനൊക്കെ വീട്ടിൽ പാത്രം കഴിയുന്ന ചകിരിയും ചാരവും ഇരുന്ന് വീടിൻ്റെ തെങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു കല്ലുമ്പ. ഇന്ന് അതല്ല, ബാത്റൂമുകളിലൊക്കെ ലിറ്റർ കണക്കിന് ഇത് ഭൂമിയിലേക്ക് ഇരുന്നിട്ട് ഫിൽറ്റർ ഇത് നമ്മുടെ താഴത്തുകൂടി കായലുകളിലേക്ക് പോകണം. ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ 1000 10,000 ലിറ്റർ ഇതിങ്ങനെ കയറി കണ്ടില്ലേ. കല്ലൊക്കെ തേച്ച് കഴിയണം കണ്ടില്ലേ. പച്ച കളറില്ല. പണ്ട് ഇവിടെയൊക്കെ പച്ച കളറായി ഒരു തുള്ളി വെള്ളം വീണ് അവിടെ പായൽ പിടിച്ച് അത് കൊത്തിട്ടാണ് മീൻ ജീവിച്ചിരുന്നത്. അതിനില്ലാണ്ടില്ലേ കല്ലൊക്കെ കഴുകിട്ടേക്കണോട്ട്. വീട്ടിലൊഴിക്കണ സാധനങ്ങളാണ് ഈ കല്ലിനെ ക്ലീൻ. പിന്നെ കെമിക്കലല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബാത്റൂമുകൾ പുറത്തായിരുന്നു ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട്. അത് കെമിക്കലാവണില്ല. ഇന്ന് അതല്ല. ഇന്നൊക്കെ ടാങ്കിലേക്ക് പോയിട്ട് ആ വെള്ളം പുറത്തോട്ട് പോയിട്ട് ഫ്ലാറ്റുകളിലൊക്കെ രാത്രിയും കാലത്തുമൊക്കെ അവർ തട്ടുവിടുകയാണ്. എല്ലാ ഫ്ലാറ്റുകളും സ്റ്റോർ ചെയ്തിട്ട് വാൽവ് തുറന്നു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകും. അതൊക്കെ ഏറ്റ സമയത്ത് കയറി കെട്ടുകളിലേക്ക് കയറിയിട്ട് പുഴയിലൊക്കെ പൊല്യൂഷനായി. ആ കടലിൽ നിന്ന് കയറി വന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചത്തുപോണാണ്.